ഹലോ നമസ്കാരം, വെൽക്കം ടു സജീസ് ഫ്ലവർ. നമ്മളൊന്നൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മേഖലയാണ് ഇപ്പോൾ ഒന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഇത് നിങ്ങൾക്കറിയാമല്ലേ, കട്ട്ലറി ഹോൾഡറാണ്. ഇത് നമ്മൾ ഓൺലൈനിൽ വാങ്ങിയതാണ് കേട്ടോ. നിങ്ങൾക്ക് ഒന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? ഇത് എത്ര സെൻറ്റിമീറ്റർ? 15 സെൻറ്റിമീറ്റർ ഉള്ളൂ. ഈ സാധനത്തിന് നമ്മൾ കൊടുത്തത് 800 രൂപയാണ് കേട്ടോ. കട്ട്ലറി ഹോൾഡറാണ്. നമ്മൾ ഹോം പർപ്പസിനോ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പ്ലേറ്റിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അത് നമ്മളൊന്ന് എക്സാമ്പിൾ എടുത്ത് ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കാൻ എത്ര കാശ് വരും? 500 രൂപ വരുള്ളൂ. തന്നെയല്ല, കൂടുതൽ ഈടുണ്ടാവും. അങ്ങനെയാണ് ഞാൻ മുൻപ് ചെയ്ത ഒരു വീഡിയോ ഒരു ഭാഗമാണ് നിങ്ങളെല്ലാവരും കണ്ടു. ഞാൻ ഞാവൽ വെട്ടി, ഞാവൽ കൊടുത്താൽ പൈസയൊന്നും കിട്ടില്ല. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാവൽ വെട്ടി അതിൽ നിന്നുള്ളൊരു നല്ല പീസ് എടുത്ത് നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട പ്ലേറ്റിംഗ് ഐറ്റങ്ങൾ അല്ലെങ്കിൽ കിച്ചൺ ഓർഗനൈസർ അല്ലെങ്കിൽ നമ്മുടെ പ്ലേറ്റുകൾ എങ്ങനെ സെർവ് ചെയ്യാം അതിനുള്ള പ്ലേറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് നിങ്ങൾ ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. ഇതെന്താ വെച്ചാൽ നമ്മൾ മരം മില്ലിൽ കൊണ്ടുകൊടുത്ത് ഉണ്ടാക്കിച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് അവരുണ്ടാക്കി തന്നു. ഓരോ സാധനങ്ങളും നമ്മൾ അതിന് ആ വർക്കിനുള്ള പൈസ കൊടുത്തത്. അപ്പോൾ വുഡ് നമ്മൾ കൊടുത്തു, ഓരോ കാര്യങ്ങളും ഇതുപോലെ ഉണ്ടാക്കി വന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ പ്ലേറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. എന്തിനു വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളത് പ്രത്യേകം തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് പണ്ടേ ആഗ്രഹമാണ് ഈ മരത്തിലുള്ള സാധനങ്ങൾ നമ്മൾ പ്ലേറ്റ് ചെയ്യാൻ. ഇപ്പോൾ സാൻഡ്വിച്ച് ആയാലും സലാഡായാലും മറ്റുള്ള കാര്യങ്ങൾ നമുക്കിത് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. അതായത് ഇങ്ങനത്തെ പ്ലേറ്റ് ഉണ്ടല്ലോ, ഈ പ്ലേറ്റിനൊക്കെ ഏകദേശം നമ്മൾ ഇതിനെല്ലാം വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ. ഡിസൈനൊക്കെ ഉണ്ടായിരിക്കും. അവർ നല്ല വുഡിൻ്റെ കാതലായിട്ടുള്ള ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കിയിരിക്കും. ഈ സാധനമൊക്കെ അവർ ഇത്ര കട്ടി ഉണ്ടാവില്ല. നമ്മളിത് കട്ടിലെടുത്തിരിക്കും. കട്ടിലെടുത്തത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മരം പൊട്ടാനുള്ള സാധ്യതകളുണ്ട്, ഞാവൽ. അപ്പോൾ അവരുണ്ടാക്കിയത് മഹാഗണി അങ്ങനത്തെ ഇതിലാണ്. അപ്പോൾ ഞാനിത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ സാധനത്തിനൊക്കെ ഞാൻ വില ചെക്ക് ചെയ്തപ്പോൾ 2800 കൊണ്ട് എന്തായാലും അത്ര നമ്മൾ വരില്ല, കാരണം മരം നമ്മുടെ സ്വന്തമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ എനിക്ക് നമ്മുടെ മനസ്സിനാണെങ്കിൽ രീതിയിൽ ഡിസൈനുകൾ വരച്ച് മില്ലിൽ കൊണ്ടുകൊടുത്ത്, അതായത് വുഡൻ സോ മില്ലിൽ കൊണ്ടുകൊടുത്ത് അവിടെയുള്ള ആൾക്കാരുണ്ട് ഞാൻ പഠിപ്പിച്ചാണ് മരം നമ്മൾ അറുത്ത്. അപ്പോൾ 1.5 ഇഞ്ച് കനത്തിൽ നമ്മൾ ഇത് എടുത്തത്, കാരണം ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇതെല്ലാം പലതും നമ്മൾ ഗമ്മ് വെച്ച് ഒട്ടിച്ചതാണ്. ഈ മരത്തിനെ കുറിച്ച് അധികം ആൾക്കാരും അറിയില്ല. ഞാവല് കത്തിക്കാനുള്ള ആവശ്യങ്ങൾക്കൊക്കെയാണ് ആദ്യം ഉപയോഗിക്കുന്നത്. അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഇങ്ങനെ നമുക്ക് പ്ലേറ്റിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കാം. അങ്ങനെയാണ് വേണം ഈ പലകയൊക്കെ. അതിൻ്റെ നാച്ചുറലായിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ നിർത്തിയിട്ടാണ് കേട്ടോ. ഇതൊന്നും പോളിഷ് ചെയ്തിട്ടുള്ള, ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്യണം, നന്നായിട്ട് പോളിഷ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. അതുപോലെ ഇത് നമ്മൾ കുറച്ച് നമ്മുടെ കണിക്കൊന്നില്ലേ, കണിക്കൊന്ന ഒരെണ്ണം വെട്ടുണ്ടാവുന്നു. അപ്പോൾ ആ കണിക്കൊന്ന നിർത്തണം. അപ്പോൾ അതിൻ്റെ നാച്ചുറാലിറ്റിയൊക്കെ നിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അനാവശ്യമായിട്ടുള്ള ഒരു പോളിഷും കാര്യമില്ല. ഇത് എഡിബിളായ ഒരു ഭാഗങ്ങളാണ് ആയ ഒരു മരത്തിൽ നിന്ന് എടുത്താണ്. അപ്പോൾ അധികമായിട്ടുള്ള കെമിക്കലും സാധനങ്ങളൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. എനിവേ കെമിക്കൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇതിൽ ലീവ്സോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മറച്ചിട്ട് നമുക്ക് പ്ലേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരും ഒപ്പീനിയൻ എങ്ങനെയാണ്, ഇപ്പോൾ ഫുഡായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് അറിയാം, അതിൻ്റെ ഒപ്പീനിയൻ നിങ്ങൾ പറയാം. അപ്പോൾ ഇങ്ങനെ പല ലെയറായിട്ടുണ്ട്. ഇത് കിച്ചൺ ഓർഗനൈസറായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. കിച്ചൺ ഓർഗനൈസർ നമ്മുടെ മനസ്സിനാണെങ്കിൽ സാധനം നമ്മളൊന്ന് അറേഞ്ച് ചെയ്തെന്നുള്ളൂ. അത് പല തരത്തിലും പലർക്കും പല ഐഡിയ ഉണ്ടാവും. നിങ്ങളുടെ ഐഡിയക്ക് ഒന്ന് പറയാം. പോലെ ഇത് നമുക്ക് സലാഡ് ചെയ്യാം. ഇത് കാണാം, ഇതിങ്ങനെ ഒരു പലകയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തത് അതേപോലെ തന്നെ നമ്മൾ വെച്ചിരിക്കുന്നത്. ഇതിലധികം നമ്മൾ കട്ട് ചെയ്തില്ല. സാൻഡ്വിച്ച് കൊടുക്കാം, ഈവൻ റൈസ് ആൾസോ വി ക്യാൻ സെർവ് ദാറ്റ്. അതുപോലെ ഇതാണ് നമുക്ക് പ്ലേറ്റ് എങ്ങനെ വേണമെങ്കിലും നമ്മളെ ഐഡിയ അനുസരിച്ച് നമുക്ക് പ്ലേറ്റ് ചെയ്യാവുന്ന രീതിയിൽ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഓരോ കാര്യങ്ങളും ഇത് കണ്ടോ, ലെയറായിട്ട് നമ്മൾ ഉണ്ടാക്കി. നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കാം. കിച്ചണിൽ നമുക്ക് സാധനങ്ങൾ വയ്ക്കാനായിട്ട് ഒരു 500 ml കണ്ടെയ്നറൊക്കെ വരാവുന്ന രീതിയിൽ നമുക്ക് ഇത് ഓർഗനൈസ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ പണ്ടേ നമ്മൾ വർക്ക് ചെയ്യുന്ന കാലത്ത് ദുബായിലൊക്കെ വെച്ചിട്ട് അവിടെ പ്ലാറ്റർ വരുമായിരുന്നു. അതായത് തായ്ലൻഡിൽ നിന്നും ചൈനയിൽ നിന്നൊക്കെ. ഇപ്പോഴും നമുക്ക് വരുന്നതൊക്കെ തായ്ലൻഡിൽ നിന്നൊക്കെയാണ്. ഇതിൽ നിന്ന് തന്നെ ഞാൻ കട്ടിംഗ് ബോർഡൊക്കെ ഉണ്ടാക്കി. കട്ടിംഗ് ബോർഡ് സാധാരണ പുളിമുട്ടിയിലാണ് കട്ടിംഗ് ബോർഡ് ഉണ്ടാക്കുക. നമുക്ക് കട്ടി കൂടിയ രീതിയിൽ കുറച്ച് കട്ടിംഗ് ബോർഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കുന്ന പൈസ മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ, ബാക്കിയുള്ളവരൊന്നുമില്ല. ഇത് കണ്ടോ, ഇതിൻ്റെയൊക്കെ നാച്ചുറലായിട്ടുള്ള ഡിസൈൻ ഇട്ടുള്ളൂ. ഇതൊക്കെ നാച്ചുറലായിട്ടുള്ള ഡിസൈനൊക്കെ നമ്മൾ നിലനിർത്തിക്കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത്. ഈ സാധനങ്ങളൊക്കെ ഇതേപോലെ നാച്ചുറലായിട്ടുള്ള അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ നിങ്ങളെല്ലാവരും അഭിപ്രായം പറയാം ഇതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതൊക്കെ. നമുക്കൊരു ഐഡിയ ഉണ്ട്. ഫുഡായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും അറിയാം ഇതെങ്ങനെയാണെന്ന്. അപ്പോൾ വീട്ടിലത്തെ പർപ്പസിന് ഉപയോഗിക്കാം നമുക്ക്. പ്ലേറ്റ് ഇപ്പോൾ റെസ്റ്റോറൻറ്റ്, ഫൈൻ ഡൈനിങ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ഇതിൻ്റെ ഉപയോഗം കൂടുതലാണ്. ഇതിൻ്റെ ബൗളൊക്കെ ഉണ്ടാക്കാം കേട്ടോ.
ബൗൾ സലാഡ് മിക്സ് ചെയ്യാനുള്ള ബൗൾ, അതിൻ്റെ ഡ്രസ്സിംഗ് ഒന്നും പോകാത്ത നല്ല രീതിയിലുള്ള ക്വാളിറ്റിയുള്ളതൊക്കെ കിട്ടും. എല്ലാം ഇമ്പോർട്ടഡ് സാധനങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലും ഈ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പല രീതിയിലും. ഓൺലൈനിലൊക്കെ ഇത് ഭയങ്കര വലിയാണ്. ഞാൻ 5000-6000 രൂപയൊക്കെ ഇതിന് വില വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ മുന്നേ നമ്മൾ ചെയ്ത ആ ഒരു എപ്പിസോഡുണ്ട്, അതിൻ്റെ ഒരു തുടർച്ചയാണ്. അന്ന് ഞങ്ങൾ മരം അറുത്ത് കൊണ്ടുവന്നതും അറുത്തതൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ കാണുക, നിങ്ങളുടെ അഭിപ്രായം പറയാം. താങ്ക് യു. എൻജോയ് ദ ലൈഫ്. സജീസ് ക്ലൗഡ്.